ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഭാവി ജീവിത പങ്കാളിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ തംബ്നെയിലിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇവിടെ 3 ഡെക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്. ഓക്കെ, നിങ്ങൾ വളരെ ഒരു എന്താ പറയുക ധൈര്യശാലിയാണെന്ന് കേൾക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേഴ്സ്പെക്റ്റീവ് ആണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അവരുടെ കണ്ണുകളിൽ നിങ്ങൾ വളരെ ധൈര്യശാലിയുള്ള വളരെ ആത്മവിശ്വാസമുള്ള ഒരാളാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, മറ്റൊരാളിങ്ങനെ എന്തിനും ഏതിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ അല്ല, എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വന്തമായി ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എന്തെങ്കിലും ഒരു ചാലഞ്ചോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോഴേക്കും പതറിപ്പോവുക അല്ലെങ്കിൽ ആകെ തകർന്നു പോവുക അങ്ങനത്തെ ഒരാളുമല്ല. അതും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതേസമയം നിങ്ങൾ വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എന്തൊരു കാര്യം നിങ്ങൾ ആ ഒരു മെച്യൂരിറ്റിയോട് കൂടിയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രായത്തിൽ വളരെ ചെറിയ ഒരാളാണെങ്കിലും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ഒരാളാണെന്ന് കാണുന്നു. ഓക്കെ, ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യൂസ് ഒക്കെ വളരെ എന്താ പറയുക, ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന അതേ വ്യൂസ് അതേ കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെ അതും അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് തന്നെ പറയണേ, വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം അവർ കേട്ട് പരിചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംഭവത്തെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ജനറലി സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം വളരെ വ്യത്യാസമാണ്. ഓക്കെ, നിങ്ങൾ ലോകത്തെ കാണുന്നൊരു രീതി, നിങ്ങൾ ഓരോ സംഭവങ്ങളെ കാണുന്നൊരു രീതി, അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. അത് ശരിക്കും അവരെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ വളരെ ഇംപ്രസ്ഡ് ആകുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, ഓക്കെ, അത് എന്തുകൊണ്ട്, അപ്പോൾ അവർ കണ്ട് ശീലിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നിങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ചില പോളിസീസ്, ചില എന്താ പറയണ്ടേ പ്രിൻസിപ്പിൾസ്, അതൊക്കെ വളരെ വളരെ ഡിഫറെൻ്റ് ആണ്. അതേസമയം ഹൈലി ഇംപ്രസീവ് ആയിട്ടുള്ളതാണ്. അതും അവരെ നിങ്ങളിലേക്ക് ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ. ഏതൊരു കാര്യത്തിലും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ, നിങ്ങൾ വളരെ സമാധാനത്തോടെയാണ് ഡിസിഷൻ എടുക്കുക. ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ കിടന്ന് ടെൻഷനാകുക, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നാൽ ഒരു ടെൻഷൻ, ഒരു ഭയം, അതൊന്നുമില്ല. വളരെയധികം ഓക്കെ. അപ്പോൾ ഒരു ഇൻറ്ററപ്ഷൻ വന്ന കാരണം എനിക്ക് അവിടെ നിർത്തിയെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്. നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ, അതും അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതായത് എന്തൊരു കാര്യത്തിന് ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് വളരെ സമാധാനത്തോടെയാണ് ഡിസിഷൻ എടുക്കണേ. ഓക്കെ, അതിന് ടെൻഷൻ അടിക്കുക, സ്ട്രെസ്ഡ് ആകുക, ആ സ്ട്രെസ് മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല നിങ്ങളുടെ. നിങ്ങൾ വളരെ സമാധാനത്തോടെ ഇരുന്ന് കാര്യങ്ങൾക്ക് കൃത്യമായി വിശകലനം ചെയ്ത് നിങ്ങൾ തീരുമാനം എടുക്കുന്നു. നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.
അതിൽ നിന്ന് പിന്നെ ഒരു പിന്മാറ്റം നിങ്ങൾക്കില്ല. അതായത് നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അത്രയും ആലോചിച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എടുത്ത് കഴിഞ്ഞാൽ വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു പിന്മാറുക എന്നുള്ളതില്ല. ഓക്കെ. അത് ഏതൊരു സാഹചര്യത്തിലും ആ ഒരു തീരുമാനത്തോടു കൂടെ മുന്നോട്ട് പോകാനും അതിന്റെ എന്താണോ അതിന്റെ കോൺസിക്വൻസ് അത് ഫേസ് ചെയ്യാനും നിങ്ങൾ റെഡിയാണ്. അവിടെ ഒരു എന്താ പറയണ്ടേ, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല നിങ്ങളുടെ. ആ ഒരു അതിനും ഒരു ധൈര്യം വേണമല്ലോ. അതൊക്കെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. പിന്നെ നമുക്ക് കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു എന്താ പറയാ, എപ്പോഴും ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഭാവി ആയിക്കോട്ടെ മറ്റൊരാളുടെ ഭാവി ആയിക്കോട്ടെ നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് ടോണിലാണ് പറയാ. ഒരു സെർട്ടനിറ്റിയോട് കൂടിയിട്ടാണ് പറയാ. അതും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന രീതിയിൽ, ഒരു എൻകറേജ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ, അവർക്ക് മനസ്സിന് ഒരു സന്തോഷം കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ എപ്പോഴും പറയാ. ഭാവിയിലത്തെ കാര്യങ്ങൾ പറയുമ്പം അത് ഇപ്പോൾ ഏതൊരു വ്യക്തിയുടെ അവരെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും അത് നിങ്ങളൊരു ചെറിയൊരു ആശംസ പറയുകയാണെങ്കിൽ പോലും ഓക്കെ, അതൊരു വളരെ പോസിറ്റീവ് ടോണില് ആർക്കാണോ ആശംസ കിട്ടുന്നത് അവർക്ക് മനസ്സിൽ അത്രയും സന്തോഷം തോന്നുന്ന രീതിയിലാണ് നിങ്ങൾ പറയാം. നിങ്ങളുടെ ഒരു രീതി അതാണ്. നിങ്ങൾ എപ്പോഴും ഭാവിയെ ഒരു നല്ല ഒരു പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. എപ്പോഴും നല്ലതാണ് സംഭവിക്കുക എന്നൊരു വിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങൾ. അത് ആ ഒരു എനർജി അതും അവർക്ക് അവരെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ്, അതായത് 10 ഓഫ് പെന്റക്കിൾസും ലവേഴ്സും കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കും അവർക്കുമുള്ള കമ്മിറ്റ്മെന്റ്, അതായത് റിലേഷൻഷിപ്പ്, കമ്മിറ്റ്മെന്റ്, മാരേജ്, കുടുംബജീവിതം ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വ്യൂസ് വളരെ സിമിലർ ആണ്. ഓക്കെ. അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പാർട്ട്ണർ ഉണ്ട്. ആ പാർട്ട്ണറിലുള്ള ക്വാളിറ്റീസ് എസ്പെഷ്യലി ഈ ഒരു ഫാമിലി ലൈഫ്, റിലേഷൻഷിപ്പ് ഇതിനെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂസിന്റെ അടിസ്ഥാനത്തിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ഉണ്ട്. അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ട്ണർ, അതാണ് നിങ്ങൾ. ഓക്കെ. അത് അവർക്ക് ആ ഒരു പോയിന്റ്, അതായത് അതുവരെ അവർക്ക് ഒരുപാട് അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെന്ന പേഴ്സണൽ അവർ ഒരുപാട് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് പിന്നെ ഈ ഒരു കാര്യം ഓക്കെ. അപ്പോ അവരിലേക്ക് പല കാര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ടെങ്കിലും ഈ ഒരു ഫാക്ടറാണ് ശരിക്കും അവർക്ക് എന്താ പറയാ, നിങ്ങളെ പെർസ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് കുടുംബജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഉള്ള കാഴ്ചപ്പാടുകൾ അത് അവരുടെ കാഴ്ചപ്പാടുകളുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്, അലൈൻഡ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങൾ മാറ്റത്തിനെ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു രീതി, മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു എന്താ പറയാ, മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയാൻ ചില സമയത്ത് നമുക്കൊരു എന്താ പറയാ, മുന്നോട്ട് പോകുമ്പോൾ എന്താണ് എന്നറിയാത്തൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. പക്ഷെ ആ സമയത്തും നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് അത്രയും സറണ്ടർ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ മാറ്റങ്ങൾ ഇനി എന്താണോ ലൈഫിലേക്ക് വരാനുള്ളത് അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നൊരു വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ. ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിലുണ്ട്. എന്ത് നിങ്ങൾക്ക് ആ വരുന്ന മാറ്റത്തിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്, അതിലൂടെ കടന്നു പോകാൻ നിങ്ങൾ റെഡിയാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്താ സംഭവിക്കുക എന്നുള്ള ഒരു ആശങ്കയോട് കൂടിയല്ല നിങ്ങൾ ജീവിക്കുക. എപ്പോഴും ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് അതേസമയം പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്കുള്ളത്, ഒരു പ്ലസന്റ് എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അതും നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിത പങ്കാളി ഒരുപാട് ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്.
അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമിഴിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ സവിശേഷതകളാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യമേ കാണുന്നത് അവർ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരുപാട് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അത്രയും അവരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി തോന്നിയാലും നിങ്ങളെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങളുടെ വേർഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എത്രമേൽ നിങ്ങളോടൊരു ആകർഷണം തോന്നുന്ന രീതിയിലായിരിക്കും. അതൊരു പെർട്ടിക്കുലർ ഒരു ഫാക്ടറാണ്. നിങ്ങൾക്കൊരു വളരെ ഒരു ഗ്രേസ്ഫുൾ എനർജിയാണ് അവർക്ക് അവർ നിങ്ങളിൽ കാണുക. അത് അവരെ ഒരുപാട് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഒരു എന്താ പറയുക, അവർക്കുള്ള പെർഫെക്റ്റ് പാർട്ട്ണർ ആണെന്നുള്ളത് ആ ഒരു എനർജി, അത് നിങ്ങളോടുള്ള ഇന്ററാക്ഷനിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ, ഇപ്പം നിങ്ങളുടെ ഒരു രീതി, നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ ഇന്ററാക്ട് ചെയ്യുന്ന രീതി, ഇതിലൂടെ ഒക്കെ തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ച്, നിങ്ങളുമായിട്ടൊരു വിവാഹത്തെ കുറിച്ചൊക്കെ അവർ ഓൾറെഡി ചിന്തിക്കുന്നുണ്ട്. കാരണം നമുക്കിവിടെ 4 ഓഫ് വാണ്ട്സും ഹയർ ഓഫ് കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി അവരെ ഓൾറെഡി സെൻസ് ചെയ്യുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു കണക്ഷൻ, ഓക്കെ, അവർക്ക് വളരെ ഫെമിലിയർ ആയിട്ട് നിങ്ങളെ തോന്നുന്നു. ആ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ഒരു സോൾ ലെവലിൽ ഒരു എന്താ പറയുക 5D ലെവലിൽ അവർ നിങ്ങൾ ഓൾറെഡി കൗണ്ടർ പാർട്ടായിട്ട് അവരുടെ പങ്കാളിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു അത്രമേൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. അതാണ് അങ്ങനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഇത് കാണുന്നു. പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഒരു ലോൺ വോൾഫ് എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഒരുപാട് അങ്ങനെ സംസാരിക്കാത്ത അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. പക്ഷേ റിസർവ്ഡ് ടൈപ്പാണ്. എന്നാൽ നിങ്ങളുടെ ഓരോ സിറ്റുവേഷനിൽ നിങ്ങൾ പെരുമാറുന്ന ഒരു രീതി, ഓക്കെ, നിങ്ങളുടെ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി, അത് അവരെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. നിങ്ങളെ അത് ഡ്രസ്സിങ്ങിലാണ് ആയിക്കോട്ടെ, നിങ്ങൾ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പെരുമാറുന്ന രീതി, അതൊക്കെ അവരെ ഒരുപാട് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളെപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും നെഗറ്റീവ്, ഭാവിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആ ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് എപ്പോഴും നിങ്ങൾ പറയുമ്പോഴും അങ്ങനെ പറയുള്ളൂ. അതിപ്പോൾ നിങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുമ്പോഴും നിങ്ങൾ എപ്പോഴും ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് പറയാം. ഓക്കെ, വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് പറയുന്നത് നിങ്ങൾ അത്രയും എന്റർടൈൻ ചെയ്യുന്ന ഒരാളല്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങളത് ഒരിക്കലും അങ്ങനെ പറയുന്നതായിട്ടും കാണുന്നില്ല. മാത്രമല്ല പ്രത്യേകിച്ച് പാസ്റ്റിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞൊരു വിക്റ്റിം ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾ ആ കഴിഞ്ഞു പോയി, നിങ്ങൾ അതിനെക്കുറിച്ച് പിന്നെ അധികം സംസാരിക്കാനോ ഒന്നും നിൽക്കില്ല. അത് കഴിഞ്ഞു പോയതാണ്, അത് വിട്ടുകളയും നിങ്ങൾ. അങ്ങനെയാണ്. ഓക്കെ,
വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങളിലേക്ക് അവർ ഒരുപാട് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. വളരെ നിങ്ങളുടെ ആ ഫെമിനിൻ എനർജിയാണ് വളരെ മുന്നിൽ നിൽക്കുക. അപ്പൊ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ എക്സ്റ്റേണൽ അപ്പിയറൻസും പിന്നെ നിങ്ങളുടെ ആ ഒരു എനർജി, ഒരു ഓറ, ഇതെല്ലാം അവര് നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രായത്തിനേക്കാൾ, നിങ്ങളുടെ ഏജിനേക്കാൾ നിങ്ങളെ കാണാൻ വളരെ ചെറുപ്പമായിരിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾ ചിലപ്പോൾ എനർജറ്റിക്കലി അല്ലെങ്കിൽ ഒരു എന്താ പറയാ മനസ്സുകൊണ്ട് ചെറുപ്പാവുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജിയും എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതും അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ വളരെയധികം പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് കാണുന്നു. പിന്നെ മൃഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വളർത്തുമൃഗം ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പൊതുവേ മൃഗങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പക്ഷികളൊക്കെ ആയിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതും അവരെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയാ സങ്കടമുള്ള, ഒരുപാട് വേദനയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രയും സ്ട്രഗിൾസ്, അത്രയും ഹേർഡിൽസ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അത്രയും പ്രശ്നങ്ങളും അത്രയും എന്താ പറയണ്ടേ ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയങ്ങൾ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. നിങ്ങളിൽ ശരിക്കും ഒരു റീബർത്ത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു നിങ്ങളുടെ ആ ഒരു ലൈഫ് എങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ നിങ്ങൾ പിന്നെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു അവസരമൊക്കെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പൊ ഏതെങ്കിലും സിറ്റുവേഷനിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് അനുഭവിച്ചിരുന്നത്, നിങ്ങൾ ആ സമയത്ത് ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ മനസ്സിലാക്കി എടുക്കുകയാണ് നിങ്ങൾ അത്രയും ചാലഞ്ചസ് അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ഡിപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും നിങ്ങൾ ആ ഒരു ഭാവിയെ കുറിച്ചും അല്ലെങ്കിൽ ലൈഫിന്റെ ആ ഒരു എന്താ പറയുക ഇപ്പോഴും ആ ഒരു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും ജീവിതത്തിന്റെ ആ ഒരു ചുറ്റുമുള്ളതിൽ ആ ഒരു സൗന്ദര്യവും ആ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. ലൈഫിൽ അത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചാലും നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ. എപ്പോഴും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഉറപ്പ്, നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിക്കുക എന്നുള്ള ഒരു ഉറപ്പ് ഉള്ള ഒരാള്. സാധാരണ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാള് മുന്നോട്ട് പോകുന്നതോറും അവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊരു ചിന്തയാണ് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ വളരെ ഹീൽഡ് ആണ്. നിങ്ങൾ അത്രയും ഹീൽഡ് ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭാവിയെ വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, വളരെ നല്ല രീതിയിലേ കാണുള്ളൂ. ഓക്കെ. നല്ലതേ സംഭവിക്കൂ എന്നുള്ള ആ ഒരു ഉറപ്പിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ്. ആ ഒരു പ്രതീക്ഷയോടെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അത് അവർക്ക് ഒരുപാട് അതിശയം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ്. പ്രത്യേകിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചു എന്നറിയുമ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച്, ഓക്കെ, സാധാരണ വ്യക്തികളിൽ നിന്നും നിങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ വളരെ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒരു എന്താ ഞാൻ പറയല്ലേ, നിങ്ങൾ പ്രകൃതിയും ഒക്കെയാണ് അത്രയും കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാത്തിലും സൗന്ദര്യം കണ്ടെത്താൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ. എല്ലാത്തിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നിങ്ങളിലേക്ക് അത് നിങ്ങൾ തന്നെ കൊണ്ടുവന്നതാണെന്നും, അതായത് സാധാരണ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സങ്കടമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് സൈഡിലേക്കാണ് പോവുക. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് വളരെ ഒരു ലൈറ്റ് എനർജിയാണ്. അതും അവരെ നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അവർക്ക് ഒരു തരത്തിൽ നിങ്ങളോട് വളരെ ഒരു ബഹുമാനം തോന്നുന്നതും ആ ഒരു കാര്യം അറിയുമ്പോഴൊക്കെയാണ്. അവർക്ക് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു റെസ്പെക്ട് ഉണ്ട്, പക്ഷെ അത് കൂടുന്നത് ഒരു വളരെയധികം അവർ ഇംപ്രസ്ഡ് ആകുന്നത് ഈ ഒരു കാര്യം അറിയുമ്പോൾ. ഓക്കെ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ലൈഫിന്റെ ആ ഒരു സൗന്ദര്യം ഇപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കുന്ന, ആ ഒരു പ്രതീക്ഷയോടെ സന്തോഷങ്ങൾ കണ്ടെത്തി പ്രതീക്ഷയോടെ കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ജീവിച്ച് പോകാനുള്ള ഒരു ഒരു പ്രവണത, അത് അവരെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം.
ഓക്കെ. അപ്പൊ നമുക്ക് കാണുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങളുടെയും അവരുടെ ഇടയിൽ ഒരു കൾച്ചറൽ ഡിഫറൻസ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ അവര് കണ്ടു വളർന്നിട്ടുള്ള ഒരു ട്രഡീഷൻ, ഒരു കൾച്ചർ അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നിങ്ങളുടെ കൾച്ചറും നിങ്ങളുടെ ട്രഡീഷൻസും കസ്റ്റംസും ഒക്കെ. അത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയ സമയം 21 ആണ് കേട്ടോ ടൈമറിൽ. അപ്പോൾ അത് നമ്പർ 3 വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നു. അത് ഒരു എക്സോട്ടിക് എന്നൊരു അല്ലെങ്കിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള എന്നൊരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൾച്ചർ, നിങ്ങളുടെ ഒരു ട്രഡീഷൻ, നിങ്ങളുടെ ഒരു മാനേഴ്സ്, നിങ്ങളുടെ ഒരു കസ്റ്റം, ആ ഒരു രീതി ഓക്കെ, അത് വളരെ യുണീക്കായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം അവരൊട്ടും കാണാത്തത് എന്ന് അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് അത് തന്നെ നിങ്ങളിലേക്ക് അവർ ഫസ്റ്റിലേ ആകർഷിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി, നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അവരെ കണ്ടുമുട്ടുമ്പോൾ എംപറസ് എനർജി ആയിരിക്കും. നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും കാണാൻ. നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ നിങ്ങൾ വളരെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ എന്ന പേഴ്സൺ, എന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ പെരുമാറുന്ന രീതി, നിങ്ങളെ ഡ്രസ്സ് ചെയ്ത് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ രീതി, നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ഓറ വളരെ പ്ലസന്റ് ആയിരിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വളരെ സ്വീറ്റ്, കെയറിങ്, നർച്ചറിങ്, കമ്പാഷനേറ്റ് സൈഡ്, ആ ഒരു ഫെമിനിൻ എനർജിയുടെ ഗുണങ്ങളാണ് ഈ പറയുന്നത്. അതും അവരെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട്. നിങ്ങൾക്ക് നാച്ചുറലി ഒരു കെയറിങ് ടെൻഡൻസി ഉണ്ട്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോൾ അവരെ ഒരു എംപത്തറ്റിക് എനർജി ഉണ്ട്. നിങ്ങളത് വളരെ ജെനുവിൻ ആണ്, പക്ഷെ വളരെ നാച്ചുറലി ആണ് നിങ്ങൾ ആ ഒരു കെയറിങ് കാണിക്കുന്നത്. അതും ആ വ്യക്തിനെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വർക്കൗട്ട് ആയിട്ടില്ല, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ നല്ല എന്താ സംഭവിച്ചു അതിലങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാളെയല്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞു, വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു രീതി. നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗൺഫോൾ ഉണ്ടായാൽ തന്നെ അതിലങ്ങനെ വിഷമിച്ച് നിരാശപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ ചെയ്യുക. എപ്പോഴും ആ ഒരു എന്താ പറയുക, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഓക്കെ. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കും എന്ന് ഒരു ഉറച്ച തീരുമാനമുള്ള ഒരാളാണ് നിങ്ങൾ. ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കീൻ ഒബ്സർവർ ആണ്. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു 95% ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങൾ അത്രയും ഒബ്സർവ് ചെയ്യും. പക്ഷേ ഇത് അഗൈൻ ഒരു നാച്ചുറൽ ടാലന്റ് ആയിട്ട് കാണുന്നു. ഒരു സിറ്റുവേഷനിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരോട് അധികം സംസാരിച്ചില്ലെങ്കിൽ പോലും അവരുടെ രീതി എങ്ങനെയാണ്, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് അവർ ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് മാത്രം. അവർ ഒബ്സർവ് ചെയ്ത് അവർ ചെയ്യുന്ന രീതി, അവർ സംസാരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അവരുടെ ട്രൈറ്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് പറയും. അത് പലപ്പോഴും ആദ്യക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അത് ആ ഒരു കാര്യം അവരൊരുപാട് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്കൊരു മാജിക്കൽ പവർ ഉള്ള പോലെയാണ് അവര് ആ ഒരു കാര്യം റിയലൈസ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ അത്രയും ഒരു കീൻ ഒബ്സർവർ ആണെന്ന് വിത്ത് പ്രൂഫ് അവർ റിയലൈസ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തൊരു മാജിക്കൽ പവർ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. ഓക്കെ. അത് വളരെ ക്യൂട്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടുന്നു. പിന്നെ നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ഇൻ ദ സെൻസ് നിങ്ങളെ തന്നെ സിംഗിൾ ഡേറ്റിന് പോകുന്ന ഒരാളാണ്. നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുന്നതിന് നിങ്ങൾ വേറൊരാളെ ആഗ്രഹിക്കുന്നില്ല. ലൈഫ് എൻജോയ് ചെയ്യാൻ, ലൈഫിൽ സന്തോഷം വരാൻ, ലൈഫിൽ കൂടുതൽ ആനന്ദം അനുഭവിക്കാൻ ഒരാളും കൂടെ വേണം എന്നൊരു ചിന്തയുള്ള ഒരാളല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരിക്കലേ തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആക്കുന്നു. അത് മാക്സിമം അതിൽ ആനന്ദം കണ്ടെത്തുന്നു, എൻജോയ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ. ഓക്കെ. നിങ്ങൾക്ക് സോളോ ട്രിപ്പ് പോകാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. അതിനൊക്കെ സമയം കണ്ടെത്തുന്ന ആളാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ഒരു എന്താ പറയുക റീചാർജിങ്ങിന് വേണ്ടി, അത് ആ ഒരു റിഫ്രഷിങ് എനർജി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുന്ന ഒരാളാണ്. അത് വളരെ പ്രഷ്യസ് ആയി കണ്ടുകൊണ്ട് അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു സ്കിൻ കെയർ, ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരിക്കും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡും അവർക്ക് നിങ്ങളിൽ ഒരുപാട് അട്രാക്ഷൻ കൊണ്ടുവരുന്നതാണ്. കാരണം അത്രയും അതൊരു സെൽഫ് ലവിന്റെ തന്നെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഷൻ ആണത്. ഓക്കെ. അത് അവരതിനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. അത് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണ്. ഒരു കാരണവശാലും നിങ്ങൾ അത് കോംപ്രമൈസ് ചെയ്യില്ല. അപ്പൊ അതിന് നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രാധാന്യം കൊടുത്ത്, ഒരു സെൽഫ് കെയർ ടൈമിന് നിങ്ങൾ അത്രയും പ്രാധാന്യം കൊടുത്ത്, നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ ഒരു സെൽഫ് ലവ് ടൈം എന്നൊന്നും വേണമെങ്കിൽ പറയാം, അതിനത്രയും പ്രയോറിറ്റൈസ് ചെയ്തു പോകുന്ന ഒരാളാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡും അവർക്ക് ഒരുപാട്
ഇഷ്ടമുള്ളതാണ്, നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നതാണെന്ന് കാണുന്നു. പിന്നെ ലൈഫിൽ എപ്പോഴും സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിൽ ഇൻവോൾവ് ആയാൽ നിങ്ങളുടെ സമാധാനം അവിടെ നഷ്ടപ്പെടും, അത് അനാവശ്യമാണ്, വെറുതെ സമാധാനം നഷ്ടപ്പെടല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ അത്രയും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. പ്രത്യേകിച്ച് എന്താ പറയാ, ഈ ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ ഈ അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും നിങ്ങൾ അത്ര ഇൻവോൾവ് ആകുകയില്ല. ഓക്കെ, എന്താ അതിപ്പോ നിങ്ങളോട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങളത് കേൾക്കും അത്രേ. പക്ഷെ അത് മറ്റാരുടെയും പറയാ, അതിലിങ്ങനെ ഒരുപാട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക, അതൊന്നുമില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ എപ്പോഴും ഒരു സമാധാനപരമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏതൊരു സാഹചര്യത്തിലും സമാധാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കും. അപ്പോൾ എപ്പോഴും ആ ഒരു പീസ്ഫുൾ എനർജി, അത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പീസ്ഫുൾ എനർജി എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. മാത്രമല്ല, നിങ്ങൾ ആരൊക്കെ കൂടെ ആയിരിക്കുന്നു അവർക്കും ആ ഒരു പീസ്ഫുൾ എനർജി ഫീൽ ചെയ്യും, അവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യും. അതും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം അവരെപ്പൊക്കെ നിങ്ങളുടെ എനർജിയിലായിരിക്കുന്നവർ വളരെ റിലാക്സ്ഡ് ആണ്. അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ടാണ് അവർ കാണുന്നത്. അത് എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പീസാണ്. ഓക്കെ, പീസ്ഫുൾ ശാന്തമായ ഒരു എനർജിയാണ് എപ്പോഴും നിങ്ങൾ എന്താ പറയുക പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു എനർജി ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, നിങ്ങൾ വളരെയധികം നിങ്ങളോട് എങ്ങനെയാണ് ആൾക്കാർ നിൽക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ തിരിച്ചു നിൽക്കുക. നിങ്ങളോട് റെസ്പെക്ട്ഫുൾ ആയി നിന്നാൽ നിങ്ങളും തിരിച്ചു റെസ്പെക്ട്ഫുൾ ആയിട്ട് നിൽക്കും. നിങ്ങളോട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയി നിന്നാൽ ആ ആളുകളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യും. വളരെ ഫോമലായിട്ട് വളരെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടാണ് നിർത്തുക. നിങ്ങളെ കളിയാക്കിക്കൊണ്ട് തമാശ പറയാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കളിയാക്കിക്കൊണ്ട് തമാശ പറയാം, ഒരു ഇൻസൾട്ടിങ് പറയുന്ന ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുക, അതൊന്നും വെറുതെ കേട്ട് നിൽക്കുന്ന മിണ്ടാതെ പോകുന്ന ഒരാളല്ല നിങ്ങൾ. ഓക്കെ, ആർക്കും വന്ന് എന്തും നിങ്ങളോട് പറയാം, അങ്ങനത്തെ ഒരു എനർജി അല്ല നിങ്ങളുടെ. ആളുകൾ വളരെ കാൽക്കുലേറ്റഡ് ആണ്, അവർ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ പ്രതികരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു റെസ്പെക്റ്റിനെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അവിടെ പ്രതികരിക്കും. അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു സർട്ടൻ ഒരു എമൗണ്ട് ഓഫ് ഇന്റിമിഡേഷൻ ഉണ്ട്. ഓക്കെ, അത് അത് അഗെയിൻ അത് നിങ്ങളുടെ എനർജിയിലുള്ളൊരു കാര്യമാണ്. ആ ഒരു എന്താ പറയാ, നിങ്ങൾ വളരെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾക്ക് എന്തും വന്ന് നിങ്ങളോട് പറയാം എന്ന് തോന്നാത്തത്. അപ്പോൾ അതും നിങ്ങളുടെ എന്താ പറയുക ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. കാരണം ആ ഒരു ഡിഗ്നിറ്റി, ആ ഒരു സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കുക, പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസിയേ ഇല്ലാത്ത ഒരാൾ. ഓക്കെ, ഒരിക്കലും നിങ്ങളൊരു പീപ്പിൾ പ്ലീസറേ അല്ല. നിങ്ങൾക്ക് ബാക്കി ഒരാളുടെ ഒരു വാലിഡേഷനും വേണ്ട, സർട്ടിഫിക്കറ്റും വേണ്ട, നിങ്ങൾ നല്ലതാണ് എന്നറിയാം. നിങ്ങൾ ആരാണെന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ്. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അതിനൊന്നും നിങ്ങൾ ചെവിയും കൊടുക്കില്ല. അവര് പറയുന്നത് കേട്ട് വിഷമിക്കാനൊന്നും നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ, നിങ്ങളുടെ എനർജിയിലും ആ ഒരു എനർജി നിങ്ങൾ ത്രൂ ഔട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അത് ഒരു ഇന്റിമിഡേഷൻ ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴും. അപ്പോൾ ആരെങ്കിലും ഈ ഒരു പറഞ്ഞ പോലെ നിങ്ങളെ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒക്കെ അങ്ങനത്തെ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടായപ്പോൾ അവർ ചെയ്യില്ല. അവർക്കൊരു മടി ഉണ്ടാവും. കാരണം നിങ്ങൾ പ്രതികരിക്കും, നിങ്ങൾ അവിടെ അവരെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തും പറയാൻ അനുവദിക്കില്ല എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഓക്കെ, ആ ഒരു ഫാക്ടർ, ആ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള 2 കാർഡ് നൈറ്റ് ഓഫ് കപ്സും ഏസ് ഓഫ് സോഡ്സും ആണ്. നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സൈഡ്, അത് നിങ്ങൾ കുറച്ചും കൂടെ ഒരു അടുക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു കാര്യം അവർ കാണുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ റൊമാൻറ്റിസൈസ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഒരു റിലേഷൻഷിപ്പ് വേണ്ട, നിങ്ങളുടെ ലൈഫിൽ തന്നെ ആ ഒരു റൊമാൻറ്റിക് എനർജി എപ്പോഴും ഉണ്ട്. ഓക്കെ, ഒരു ചീസി എനർജി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൈങ്കിളി എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതിലൊക്കെ ആ ഒരു റൊമാൻറ്റിക് എനർജി എപ്പോഴും ഉള്ളതാണ്. അത് വളരെ സട്ടിലായിട്ടാണ്, പക്ഷെ അത് പെട്ടെന്ന് ഈ വ്യക്തി ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് അത് തന്നെ അത് അവർക്ക് നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ഷൻ, അതായത് അതിന്റെ ഒരു ഭാഗമാകണം. അപ്പൊ നിങ്ങളുടെ ഒരു റിയാലിറ്റി, നിങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു പീസ്ഫുൾ എനർജിയാണ്.
പിന്നെ ഒരു റൊമാൻറ്റിക് എനർജി അതിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാകാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങളുടെ ലൈഫിന്റെ നിങ്ങളുടെ പാർട്ട്ണർ ആകുക എന്നുള്ളത് അവർക്ക് ഒരുപാട് ആഗ്രഹിക്കുക. കാരണം നിങ്ങളെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ. അപ്പൊ അതേ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകണം എന്നാണ് അവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ക്ലാരിറ്റി. ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു സിറ്റുവേഷനിൽ ഓരോ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ എന്താണ് അവിടെ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫ്? നിങ്ങൾ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നിങ്ങൾ എന്തൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു? ഓരോ സാഹചര്യത്തിലും ഓരോ ബന്ധങ്ങളിലും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ്. ഓക്കെ. നിങ്ങൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ വരുമ്പോൾ എനിക്കറിയില്ല, അതെനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിരിക്കും. ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ഫീച്ചർ തന്നെയാണ്. ഓക്കെ. ഒരു ട്രയറ്റ് ആണ്. നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുക. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയും. നിങ്ങളതിങ്ങനെ ഞാനിങ്ങനെ ഒരു ഇൻഡയറക്ട്ലി പറയും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കട്ടെ, അങ്ങനത്തെ ഒരു ആളൊന്നുമല്ല. നിങ്ങൾക്കൊരു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വ്യക്തിയോട് ഇഷ്ടം തോന്നുമ്പോൾ നിങ്ങളത് തുറന്നു പറയും. എനിക്ക് നിങ്ങളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ അവിടെ അങ്ങനെ മടിച്ച് നിൽക്കില്ല, അല്ലെങ്കിൽ അവരാദ്യം പറയട്ടെ, അങ്ങനെയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ വളരെയധികം അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. നിങ്ങൾക്കതിങ്ങനെ ക്ലൂസ് കൊടുത്ത് ആ ഒരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ അധികം വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ട് പറയും. ഓഫ് കോഴ്സ് ഒരു സാഹചര്യവും സന്ദർഭം അനുസരിച്ച് അതിന്റെ രീതിക്കാണ് പറയുക. പക്ഷെ പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞിരിക്കും. നിങ്ങൾ ഒരിക്കലും അതിങ്ങനെ മനസ്സിലൊന്ന് വെച്ച് പുറമെ വേറെ അങ്ങനത്തെ ഒരാളെ അല്ല നിങ്ങൾ. ഓക്കെ. അപ്പൊ പിന്നെ നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി, നിങ്ങളുടെ ഉപയോഗിക്കുന്ന വാക്കുകൾ, നിങ്ങൾ പറയുന്ന രീതി, അതും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ നിങ്ങളിലേക്ക് ഒരുപാട് ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക്